നമ്മുടെ ജാക്മയുടെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. 4ാം ക്ലാസ്സിൽ 2 തവണ തോറ്റു, 8ാം ക്ലാസ്സിൽ 3 തവണ തോറ്റു, കോളേജ് എൻട്രൻസ് എക്സാമിനേഷൻ 2 തവണ തോറ്റു, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ 10 തവണ അദ്ദേഹം അപ്ലൈ ചെയ്തു. എന്നാൽ ഓരോ തവണയും അദ്ദേഹത്തിന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തു. ഒരു വിധത്തിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് ജോലിയിൽ അദ്ദേഹം അപ്ലൈ ചെയ്തു. എന്നാൽ ഒന്ന് പുറകെയായിട്ട് 30ഓളം ജോലിയിൽ നിന്ന് അദ്ദേഹത്തെ റിജക്ട് ചെയ്തു. ശേഷം KFC ജോലിയിൽ അദ്ദേഹം വെയിറ്റർ ജോലിക്ക് വേണ്ടി പോയി. അന്ന് 24 പേര് അപ്ലൈ ചെയ്തതിൽ 23 പേർക്ക് മാത്രം സെലക്ഷൻ കിട്ടി. അദ്ദേഹത്തെ മാത്രം റിജക്ട് ചെയ്തു. എന്നാൽ ഇതിലൊന്നും തളരാൻ തയ്യാറായില്ല നമ്മുടെ ജാക്മ. ഇതേ ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം ഒരു alibaba.com എന്നൊരു കമ്പനി സ്ഥാപിതമായി. പിന്നീട് ആ ഒരു കമ്പനി ലോകത്തിലെ തന്നെ ഇ-കൊമേഴ്സ് കമ്പനിയിൽ ഒന്നായി മാറി എന്നുള്ളതാണ്. ഒരുപാട് തോൽവികൾ ഏറ്റുവാങ്ങിയ ജാക്മ ചൈനയിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. അപ്പൊ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫെയിലിയർ ഒരിക്കലും സക്സസിന്റെ ഓപ്പോസിറ്റ് അല്ല. ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. അപ്പൊ നമ്മളും തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മളും ജയിക്കാൻ വേണ്ടി തന്നെയാണ്. സോ ഗോ ഫോർവേഡ് വിത്തൗട്ട് ഗിവ് അപ്പ്.